നമ്മൾ മലയാളികൾക്ക് ഈ ഇലയട എന്നൊക്കെ പറയുമ്പം അതൊരു വികാരം തന്നെയാണല്ലേ. ഇന്നത്തെ കാലത്ത് ഇപ്പം ഇതൊന്നും കഴിക്കാത്ത ആരും ഉണ്ടാവില്ല. ആവശ്യത്തിനുള്ള അരിപ്പൊടിയിലേക്ക് ഉപ്പിട്ട ചൂടുവെള്ളം ഒഴിച്ചിട്ട് സാധാരണ പത്തിരിക്ക് കുഴച്ച് വെക്കും പോലെ കുഴച്ച് വെച്ചതിന് ശേഷം ഒരു 2-3 വാഴയില വെട്ടി അതൊന്ന് വാട്ടിയെടുത്തിട്ട് അതും മാറ്റി വെച്ച ശേഷം കുറച്ച് തേങ്ങയിലേക്ക് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ പൊടിച്ചത് ചേർക്കാം. അതുപോലെ തന്നെ ജീരകം ചേർക്കുന്നവരുണ്ട്. അതൊക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം വാഴയിലയിൽ വെച്ചിട്ട് വാഴയിലയിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അത് നമ്മുടെ അതിൽ വെച്ചിട്ട് കൈ കൊണ്ട് പരത്തിയെടുത്ത പത്തിരിയിലേക്ക് ഈ മിക്സ്, അതായത് ഈ തേങ്ങയും ശർക്കരയും, ഞാനിവിടെ ഏലക്കായുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ആ മിക്സ് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് സാധാരണ അട ഉണ്ടാക്കാനൊന്നും ഇപ്പോൾ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നല്ല ആവിയിൽ വേവിച്ച അട എന്ന് പറയുന്നത് എന്നും എപ്പോഴും മലയാളികളുടെ ഒരു വികാരം തന്നെയാണ് കേട്ടോ. അപ്പം ചുമ്മാ വീട്ടിൽ അട ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അടുത്ത് വീഡിയോയുടെ ഒരു കണ്ടൻ്റ് അല്ലേ, എന്തിനാ വെറുതെ മിസ്സാക്കുന്നതെന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതുവരെ അട കഴിക്കാത്ത ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത്